നമസ്കാരം. ഫുട്ബോൾ ബെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് ഞാൻ സ്പെയിന് കൺഗ്രാലേഷൻസ് പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. ഒളിമ്പിക് ഗോൾഡ് സ്പാനിഷ് ടീം നേടിയിരിക്കുകയാണ്. യൂറോസ് ഒളിമ്പിക് ഗോൾഡ് ഒന്നൊന്നര മാച്ചായിരുന്നു ബ്രോ. ഒരു വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒക്കെ ആ ലെവൽ ആവേശമൊന്നുമല്ല, ബട്ട് അതൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫാൻസിന്റെ അറ്റ്മോസ്ഫിയർ. അവസാനം നമുക്കും ടെൻഷൻ ആവുന്നു. എൻ ടു എൻ സ്റ്റഫ്, സച്ച് എ ബ്രില്യൻ മാച്ച്. ആദ്യമേ ഫ്രാൻസ് ഗോൾ അടിക്കുന്നു. ഫസ്റ്റ് 14 മിനിറ്റിലോ മറ്റോ അങ്ങാണ്ട് ഉടനെ സ്പെയിൻ 3 തിരിച്ചടിക്കുന്നു. അതിലെ 2 ഫെർമിൻ ലോപ്പസിന്റെ വക 3-1 ലീഡ് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഹാഫ് വന്നു. മേ ബി ഫസ്റ്റ് ഹാഫിൽ സ്പെയിൻ്റെ ഒരു ഡോമിനൻസ് ആണ് കണ്ടത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഫ്രാൻസ് ഉണരുന്നു. ഒലീസും ഡെസറഡോയും ഒക്കെ ഇറങ്ങിയതിന് ശേഷം അന്യായ പെർഫോമൻസുകൾ പുറത്തെടുക്കുന്നു. ചാൻസുകൾ ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. സ്പെയിൻ കുറേ ഡിഫൻസീവ് ചേഞ്ചുകൾ വരുത്തുന്നു. അത് അവസാനം മേ ബി ബാക്ക് ഫയർ ആയെന്ന് പറയാം. അവസാനം 2 ഗോൾ അടിച്ച് തിരിച്ചു വരികയാണ്. ഒരു ഗോൾ തിരിച്ചടിക്കുന്നു. ലാസ്റ്റ് ആഡ് ഓൺ ടൈമിലോട്ട് വരുമ്പോൾ ഒരു അനാവശ്യ പെനൽറ്റി ബോക്സ് ഇൻസിഡന്റ്. അതൊരു പെനൽറ്റി നമ്മൾ കൊടുക്കുന്ന കാണാറുള്ളതാണ്. ഓഫ് ദ ബോൾ വലിച്ച് പ്ലെയറിനെ ഇടുന്ന ഒരു കോർണർ കിക്കിൽ ആ ബോൾ പരിസരത്ത് വഴി പോകുന്നില്ലായിരുന്നു. എന്തിനാൾ ആ ഫൗളിന് ശ്രമിച്ചു എന്നല്ല, അതൊക്കെ അനാവശ്യ ഫൗൾ അവിടെ കൊടുക്കുന്നു. ഒരു ഗോൾ ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കുന്നു. ആ ഒരു പെനൽറ്റി നമ്മൾ നോക്കാനായിട്ടാണ് സ്പെയിന് 3-3 ആക്കുന്നു. ആൻഡ് എക്സ്ട്രാ ടൈമിലോട്ട് വരുമ്പോൾ എക്സ്ട്രാ ടൈമിൽ 2 ഹാഫിലോട്ട് ഓരോരോ ഗോൾ ചെയ്ത് അടിച്ച് സ്പെയിൻ 5-3 കളി ജയിക്കുകയാണ്. ഒന്നൊന്നര മാച്ചായിരുന്നു. 5-3 സ്കോർ ലൈൻ. റെഗുലർ ടൈം 3-3. വേറെ ലെവൽ എൻ ടു എൻ സ്റ്റഫ് കാണാൻ സാധിച്ചു. ഇൻറ്റൻസിറ്റി കാണാൻ സാധിച്ചു. ഒരു പ്രോപ്പർ മാച്ച് തന്നെ കാണാൻ സാധിച്ചു. അടിപൊളി ഫൈനലായിരുന്നു. ഫൈനലിലെ ഫാൻസിൻ്റെ സപ്പോർട്ട് അന്യായമായിരുന്നു ഫ്രാൻസിന്. സ്പെയിനും ഉണ്ടായിരുന്നു സപ്പോർട്ട്, ബട്ട് ഫ്രാൻസ് ക്രൗഡ് വേർ എക്സലന്റ്. ഒന്നൊന്നര മാറ്റാൻ ഫെർമിൻ ലോപ്പസ് 6 ഗോളും ഒരു അസിസ്റ്റുമാണ് 6 കളിയിൽ നിന്ന് ഈ ടൂർണമെന്റ് നേടിയത്. മാൻ, ആ ഫോം ബാർസലോണയ്ക്ക് വേണ്ടി തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ബീങ് എ ബാർസ ഫാൻ, ഫെർമിൻ ലോപ്പസ് വളരെ എക്സൈറ്റഡ് ആണ് ഫെർമിൻ ലോപ്പസിന്റെ ഈ ഒരു സീസൺ വേണ്ടി. സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിനോട് പോവുകയാണെങ്കിൽ പെഡ്രോ നെറ്റോ ഹിയർ വീഗോ വന്നിട്ടുണ്ട് ചെൽസിയിൽ നിന്നും. സോ ചെൽസി ഇങ്ങനെ സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരും കണ്ടില്ല. ഇന്നലെ പെട്ടെന്നാണ്, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്ത് പെട്ടെന്നാണ് ചെൽസി ഇടിയിൽ വളരെ സീക്രട്ടായിട്ട് പുൾ ഓഫ് ചെയ്യുന്നത്. ഫാബ്രിസ് ഹോക്കിൻസ് ആണ് ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഫാബ് മോൺസിനും പിന്നീട് വരുന്നു. സോ ഒരു 6 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും ആള് സൈൻ ചെയ്യുക 2030 വരെ എന്നാണ് കേൾക്കുന്നത്. 63 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ്. 60 മില്യൺ ഫിക്സർ പ്ലസ് 3 മില്യൺ ആഡ് ഓൺസിനാണ് ആളെ സൈൻ ചെയ്യുന്നത്. അടിപൊളി പ്ലെയർ ആണ് സത്യം പറഞ്ഞാൽ. ബോത്ത് ഫുട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. ലെഫ്റ്റിലും കളിക്കാം, റൈറ്റിലും കളിക്കാം. ഈവൻ ദോ റൈറ്റ് ആണ് ആളുടെ ഡോമിനന്റ് വിങ് എന്ന് പറഞ്ഞാലും. പോർച്ചുഗീസ് ഇന്റർനാഷണൽ ബൂൾസിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ സീസൺ 24 വയസ്സുകാരൻ. കഴിഞ്ഞ സീസൺ 20 കളികളെ അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇഞ്ചുറി മറ്റുമൊക്കെ കാരണം ലീഗിൽ 20 കളികളിൽ നിന്ന് 2 ഗോളും 9 അസിസ്റ്റും ഉണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ 2 സീസൺ നോക്കാനായിട്ടാണല്ലോ ആൾ 20 കളി ലീഗിൽ കളിച്ചിട്ടില്ല. അത് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസും ഇഞ്ചുറി ഇഷ്യൂസും എല്ലാം ഉണ്ട്. സോ ആകെപ്പാടെയുള്ള ഒരു വറിയിങ് ഫാക്ടർ ഇഞ്ചുറി കൺസേൺ ആണ്. ഇപ്പം പെഡ്രോയുടെ കാര്യം നോക്കാനായിട്ടാണ് ധാരാളം ഇഞ്ചുറീസ് വരാനുള്ള ഒരു പ്ലെയർ ആണ്. ബട്ട് പിച്ചിൽ അവൈലബിൾ ആവുകയാണ്, ഔട്ട്പുട്ട് തരുന്ന പ്ലെയർ ആണ്. മേ ബി ചെൽസി വന്നിട്ട് ആള് ഇഞ്ചുറി കൺസേൺസ് ഒക്കെ മാറുമോ? ഉസ്മാൻ ഡെമ്പലെ PSG ആയതുപോലെ മേ ബി ഒരു മിറക്കൾ സംഭവിക്കുമെന്ന് കണ്ടു നോക്കാം. പക്ഷെ പൊതുവെ ചെൽസിയിൽ നമ്മൾ ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് പ്ലേയേഴ്സ് വരുമ്പോൾ കാണാറുള്ളതാണ്. പ്ലേയേഴ്സ് വരുന്നു പെട്ടെന്ന് ഇഞ്ചുറി ആണെന്ന് കാണാറുള്ളതാണ്. പെഡ്രോ നെറ്റോ ഫിറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടിപൊളി പ്രൊഫൈലാണ്. 60 + 3 മില്യൺ കുറച്ച് ഓർപ്പയാണോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഓർപ്പയാണെന്ന് വേണേൽ പറയാം. ബട്ട് പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആണ്. ബട്ട് ഇഞ്ചുറി ഇപ്പം ആൾ ഫിറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ ആൾ പ്രൈസ് ജസ്റ്റിഫൈ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ബട്ട് ആൾ ഫിറ്റായിട്ട് നിൽക്കണം. അതുപോലെ തന്നെയാണ് ഇവരുടെ ലണ്ടൻ റൈവൽസ് ആയ ബോൺമുത്തിൽ നിന്നും ഇവരുടെ ലണ്ടൻ റൈവൽസ് ടോട്ടനാം ഹോട്ട്സ്പർ സൊലാങ്കിന് 65 മില്യൺ പൗണ്ടിന്റെ, യൂറോസ് അല്ല പൗണ്ടിന്റെ ടോട്ടൽ പാക്കേജിന് സൈൻ ചെയ്തിരിക്കുന്നത്. കേൾക്കുന്നത് 57 മില്യൺ പൗണ്ട് ആയിരിക്കും ഫിക്സഡ് ഫീസും. അതിന് 30 മില്യൺ പൗണ്ട് അപ് ഫ്രണ്ട് തന്നെ പേ ചെയ്യുന്നു. 8 മില്യൺ പൗണ്ടോളം ആഡ് ഓൺസോളം വരുന്ന ഒരു ടോട്ടൽ പാക്കേജുമാണെന്നാണ് കേൾക്കുന്നത്. ടോട്ടനാം ഹിസ്റ്ററിയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ബൈ. ലെവി പൈസ വലിച്ചെറിഞ്ഞെന്ന് തന്നെ പറയാം. സോ ഇത് ഓൺ പേപ്പർ നമ്മൾ നോക്കാനായിട്ടാണ് 26 വയസ്സായ ഇംഗ്ലീഷ് പ്ലെയർ. ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 38 കളികളും അവൈലബിൾ ആയിരുന്നു. 38 കളികൾ ലീഗ് കളിച്ചു. 19 ഗോൾ ആൾ നേടി. ഗോൾഡൻ ബൂട്ട് റേസിൽ അവസാനമൊക്കെ ഉണ്ട്. അവസാനം എന്നല്ല, ഗോൾഡൻ ബൂട്ട് റേസിൽ വന്നു. ഒരു സമയത്ത് ഗോൾഡൻ ബൂട്ട് റേസിൽ ടൈ ആയി നിൽക്കുന്നൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ടോപ്പിലൊക്കെ. അവിടെ നിന്ന് പിന്നെ അവസാനം 19 ഗോൾ അടിച്ചു. ബോൺമുത്തിന് വേണ്ടി കളിച്ച് 19 ഗോൾ അടിക്കുക എന്നാണ് നിസ്സാരമല്ല. ബട്ട് 65 മില്യൺ പൗണ്ട്സ് ഓൺ പേപ്പർ. നമ്മളപ്പുറത്ത് പെഡ്രോ നെറ്റോ ഓർപ്പയാണെന്ന് പറയുന്ന പോലെ ഇതും ഒരു പരിധി ഒരു ഓർപ്പയാണെന്ന് തന്നെ പറയാം. പക്ഷേ നമുക്കറിയാം ഗോൾസ് വിൻസ് യു മാച്ചസ്. ആൻഡ് അവർക്കൊരു സെൻട്രൽ ഫോർവേഡ് മസ്റ്റാണ്. സണ്ണിനെ വെച്ച് CF കളിക്കുക വേസ്റ്റ് ആണ്. പുള്ളിയുടെ ടാലന്റ് അവിടെ CF ഇട്ട്. അതുപോലെ തന്നെ റിച്ചുബായിനെ പോസ്റ്റോക്കോഗ്ലു അധികം ട്രസ്റ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. സോ സൊലാങ്കി ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് വിത്തൗട്ട് എ ഡൗട്ട്. ടീമിലെ സ്റ്റാർട്ടർ ആകാനായിട്ട് തന്നെയാണ് വരുന്നത്. ആൾ ഔട്ട്പുട്ട് തരട്ടെ. പോസ്റ്റോക്കോഗ്ലു സിസ്റ്റത്തിൽ വേണ്ട ഒരു പ്രൊഫൈലാണ്. സോ എന്താണ് ഈ 2 സൈനിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയാം. 2 പേരും ഇപ്പോൾ അപ്പുറത്ത് പെട്രോളായിട്ട് 63 മില്യൺ യൂറോസ്, ഇവിടെ 65 മില്യൺ പൗണ്ട്. 2 ലണ്ടൻ ക്ലബും പൈസ വാരി വെതറിയിരിക്കുകയാണ്.
സോ അവിടുന്ന് നമ്മൾ അടുത്ത ഒരു അപ്ഡേറ്റ് ഇട്ട് പോകാനാണെങ്കിൽ വിൽഫ്രഡ് സാഹ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ക്രിസ്റ്റൽ പാലസ് ലിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം രാവിലെ എണ്ണീറ്റപ്പം കേട്ട റിപ്പോർട്ട് എന്നാന്ന് വെച്ചാൽ ലെസ്റ്റർ സിറ്റി ആയിട്ട് ആൾ ടോക്സ് നടത്തുവാന്ന്. മേ ബി ക്രിസ്റ്റൽ പാലസ് അല്ല, ലെസ്റ്റർ സിറ്റിയിലായിരിക്കും വിൽഫ്രഡ് സാഹ ഗ്യാരറ്റസറേന്ന് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. സോ റൂമറുകൾ നല്ല രീതിയിൽ പരക്കുന്നുണ്ട്, എന്താവുമെന്ന് നോക്കാം. ആൻഡ് നമ്മൾ ബിഗസ്റ്റ് മാച്ചിലോട്ട് കിടക്കുകയാണ്. ഇന്നത്തെ ബിഗസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ബിഗസ്റ്റ് മാച്ച് അല്ലേ, കമ്മ്യൂണിറ്റി ഷീൽഡ് എന്ന് പറയാം. മേ ബി ഒരു ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ കാണാറുള്ളത്. സോ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എനിക്ക് 21 തവണ അവർ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ സിറ്റിക്ക് അഗേൻസ്റ്റാണ് വരുന്നത്. നമുക്കറിയാം സിറ്റി ഓരോ വർഷങ്ങളായിട്ട് സ്ഥിരം കമ്മ്യൂണിറ്റി ഷീൽഡിൽ ഒരു പ്രസൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ വരുമ്പോഴേക്കും രണ്ട് ടീമിനും ഇഞ്ചറി ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ട്. ബട്ട് മാൻ യുണൈറ്റഡ് റിയലി ട്രിമ്മാണ് സ്ക്വാഡിൻ്റെ കാര്യത്തിൽ വരാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം ടെൻഹാഗ് പറഞ്ഞിരുന്നു വാൻ ബിസാക്ക, മഗ്വയർ, ലിൻഡലോഫ്, ലൂക്ക് ഷോ ഇവർ 4 പേര് ഈ മാച്ചിന് കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. കൂടാതെ നമുക്കറിയാം ലെനിയോർ ഔട്ടാണ്, ഹോയിലൻഡ് ഔട്ടാണ്. സോ മലാസിയുടെ കാര്യം അറിയത്തില്ല. ആപ്പാടെ ഇഞ്ചറി കൺസേൺസ് ആയി തന്നെയാണ്. അപ്പുറത്ത് സിറ്റിയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഈ മാച്ചിലോട്ട് വരുമ്പോൾ വോക്കർ, റോഡ്രി, ഫോഡൻ, പിന്നെ ഒരാളും കൂടെ ഇല്ല എന്നുള്ള രീതിയിൽ ന്യൂസുകൾ കേട്ടുന്നു. വോക്കർ കാണത്തില്ല, ഫോഡൻ കാണത്തില്ല, സ്റ്റോൺസും റോഡ്രി ഈ 4 പേരും കാണത്തില്ലെന്ന് കേൾക്കുന്നു. ബട്ട് സിറ്റി അത്യാവശ്യം നല്ല രീതിയിലാണ്. അത്യാവശ്യം നമ്മൾ നോക്കാനായിട്ടാണ് സിറ്റിയേക്കാൾ ഇഞ്ചറി ഇഷ്യൂസ് ആണ് നിൽക്കുന്നത് യുണൈറ്റഡ് തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട്. സോ ഇന്ന് മിക്കവാറും കസമീറോ, ലിസാൻഡർ മാർട്ടിനെ സെൻറ്റർ ബാക്ക് പെയർ ആയിരിക്കും. ലിസാൻഡർ മാർട്ടിനെ ഒരു പ്രീ സീസൺ മാച്ച് പോലും കളിച്ചിട്ടില്ല. ലാസ്റ്റ് വീക്കാണ് ആള് ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്തത്. സോ മേ ബി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമോ നോക്കാം. അപ്പ് ഫ്രണ്ട് ഇപ്പോൾ നോക്കാനായിട്ടാണെങ്കിൽ അഹമ്മദ് ദിയാലോയുടെ ഫോമിൽ തന്നെയായിരിക്കും മാൻ യുണൈറ്റഡ് ഇന്ന് എക്സ്പെക്ട് ചെയ്യുക. അഹമ്മദ് ദിയാലോ മൈറ്റ് ബി സ്റ്റാർട്ടിംഗ് ടുഡേ. അവിടെ അമാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറയാം. പ്രീ സീസണിൽ ഇംപ്രസ് ചെയ്ത മറ്റൊരു പ്ലെയർ ലെഫ്റ്റ് ബാക്ക്. സോ കൊല്ലേറിൻ്റെ കാര്യം അറിയത്തില്ല, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമോ, കസമീറോ CB ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ. സോ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് മാൻ യുണൈറ്റഡിൻ്റെ കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കി നിൽക്കുക. മേ ബി ഓൺ പേപ്പർ ക്ലിയർ ഫേവറേറ്റ് സിറ്റി ആണ്. എൻ്റെ പ്രൊഡിക്ഷൻ ഒരു സിറ്റി വിന്നാണ്. അപ്പുറത്ത് സിറ്റി നോക്കാനായിട്ടാണെങ്കിൽ ഇന്ന് റോഡ്രി ഇല്ല, സ്റ്റോൺസ് ഇല്ല, ഫോഡൻ ഇല്ല, വോക്കർ ഇല്ലെങ്കിലും ഐ തിങ്ക് ദേ വിൽ ലൈൻ എ ഗുഡ് സ്ക്വാഡ്. ഇപ്പം ബെർണാഡോ സിൽവ, ഡിബ്രൂന, സവീനോ ഒക്കെ പ്രീ സീസണിലൊന്നും ഒരു മാച്ച് കളിച്ചിട്ടില്ല. അവരിപ്പം സ്ക്വാഡിനോടൊപ്പം ലാസ്റ്റ് വീക്കുകൾ ചേർന്നേ ഉള്ളൂ. ബട്ട് ഇന്ന് മിക്കവാറും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ ഓഫ് ദ ബെഞ്ച് മിനിച്ച് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്നും പെപ്പ് ധാരാളം ഇപ്പോൾ ഓസ്കർ ബോബർ, കോലുവിസ് പോലത്തെ യങ്സ്റ്റേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള വളരെയധികം ചാൻസ് കാണുന്നുണ്ട്. മേ ബി കാൽവിൻ ഫിലിപ്സ് പ്രീ സീസണിൽ സെൻറ്റർ ബാക്കായിട്ട് വളരെയധികം ഇംപ്രസ് ചെയ്തെന്ന് കണ്ടിരുന്നു. മേ ബി ഇന്ന് കാൽവിൻ ഫിലിപ്സിനെ CB ആയിട്ട് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് നിൽക്കുന്നുണ്ട്. സോ ഡോക്കോ, ഗ്രീലിഷ് ഇവർക്കൊക്കെ മിനിറ്റ്സ് നിന്ന് കിട്ടും. സോ എന്തായാലും നമുക്കെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാച്ചായിരിക്കും. പ്രിവ്യൂ എന്ന രീതിയിലൊന്നും പറയാനില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ വൈകിട്ട് ഒരു വാച്ച് അലോങ് പ്ലാൻ ചെയ്യാം, കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ. സോ എനിക്ക് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ള നമ്മളൊരു ചെറിയൊരു ഗീവ് അവേ എന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഒരു നടത്തുകയാണ്. സ്പോൺസർഷിപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ തന്നെ വാങ്ങിച്ച് പെടുന്നതാണ്, ആരും സ്പോൺസർ ചെയ്യുന്ന ഒന്നുമല്ല. ഇറ്റ്സ് എ ഗീവ് അവേ. സോ ഒരു ജേഴ്സി ഒരു ലക്കി വിന്നറിന്. സോ നിങ്ങൾ സ്കോർ പ്രൊഡിക്റ്റ് ചെയ്യുക, ആര് ജയിക്കും, സ്കോർ പ്രൊഡിക്റ്റ് ചെയ്യുക, പറ്റുവാണെങ്കിൽ ആരടിക്കും എന്ന് പറയാൻ പ്രൊഡിക്റ്റ് ചെയ്യുക. മേ ബി ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കമൻറ്റ് ഈ വീഡിയോയ്ക്ക് താഴെ ആര് കറക്റ്റ് ആയിട്ട് ഇരുന്നോ അവരെ നമ്മൾ ഒരു വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. സോ കമൻറ്റ് ബോക്സ് ഇന്ന് നമ്മുടെ 6:30 PM മാച്ച് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ ഓഫ് ആക്കുന്നതാണ്. സോ അതുവരെ ആയിരിക്കും ടൈം ഉണ്ടാവുക. സോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക ആരായിരിക്കും ഇന്ന് ജയിക്കുക, പ്രഡിക്ഷൻ. ആൻഡ് പറ്റുവാണെങ്കിൽ ഏത് മിനിറ്റിലാണോ ഗോൾ അടിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ആരാണോ, കുറേ പേര് ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി നമ്മൾ അതെടുത്തിട്ട് ലോട്ടെടുത്ത് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഡു കമൻറ്റ് ദ റിസൾട്ട്. ഇതാണ് ഓവറോൾ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഫുട്ബോൾ സീസൺ തുടങ്ങാൻ പോവാണ്. നെക്സ്റ്റ് വീക്ക് സൂപ്പർ കപ്പ് വരുന്നു, ജോൺ ക്യാമ്പർ ട്രോഫി വരുന്നു, അടുത്ത ആഴ്ച പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോവാണ്. അവിടെ ചെൽസി സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓൺസ് ടീം പറയുന്നത് ഇനിയും ചെൽസിയിൽ സൈനിങ്ങുകൾ അറ്റാക്കിംഗ് ഏരിയാസിൽ കാണുമെന്നുള്ള രീതിയിൽ ഓൺസ് ടീമൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും ലുക്കാക്കുവിനെ ഒഴിവാക്കാനുണ്ട്. ഒസിമൻ ഡീലിലോട്ട് ചിലപ്പോൾ ചെൽസി വീണ്ടും ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് കേൾക്കുന്നു. അപ്പോൾ ആർസണൽ മിക്കൽ മെറീനോ ഡീലിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നിക്കോ വില്യംസിന് ഇന്നത്തെ ഫ്രണ്ട്ലി മാച്ചിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ബാർസലോണയ്ക്ക് ചെറിയൊരു ഹോപ്പ് തരുന്ന കാര്യമാണ്. എന്താവുമോ എന്തോന്ന് അറിയത്തില്ല, കണ്ടു നോക്കണം. സോ എന്താണ് നിങ്ങൾക്ക് ഈ സൈനികളെക്കുറിച്ചും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഇന്നത്തെ കമ്മ്യൂണിറ്റി ഷീൽഡിനെ കുറിച്ചും ആൻഡ് ചെൽസിയുടെ എനിക്ക് ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ സ്പെയിൻ ജയിച്ചതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളതെന്ന് പറയുക. പറ്റുവാണെങ്കിൽ ഗീവ് അവേ കോൺടെസ്റ്റ് മത്സരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.